ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. കുറേ നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിന് പറ്റുന്നൊരു സാഹചര്യത്തിലല്ലാത്തതുകൊണ്ട് അങ്ങനെ നീണ്ടു പോകുന്നതായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രഗ്നൻസി റിവീലിൻ്റെയും ഹൗസ് വാമിങ്ങിൻ്റെയും വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ റിവീലിന് ശേഷം, പ്രഗ്നൻസി റിവീലിന് ശേഷം കുറേ പേര് എവിടെയാണ് കാണിക്കുന്നത്, എത്ര മന്തായി, ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു ആൻസറായിട്ടും പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ വീഡിയോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലീനൊപ്പം ഒന്ന് കൂടെ. ഫസ്റ്റ് എല്ലാവരും ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എത്ര മാസമായിരുന്നാണ് കേട്ടോ എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 7th മന്ത് സ്റ്റാർട്ട് ചെയ്തു. അതിന് വളരെ കുറച്ച് വീക്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എവിടെ കാണിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയുള്ള ARMC AGS എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അശ്വതി മാമിനെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരെങ്കിലും കാണിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് നോക്കാമല്ലോ. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു. ഞാൻ റിവീൽ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷത്തിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് സക്സസ് ആവാൻ ഹെൽപ്പ് ചെയ്ത 2 കാര്യങ്ങൾ കൂടെ ഞാനിവിടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, വേറെ ഒന്നുകൊണ്ടല്ല. പിന്നെ അതിലൊന്നെന്ന് പറയുന്നത്, നമുക്ക് എന്തായാലും കുറച്ച് ഡിലേ ആവുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഞാനൊരു ചാനൽ കാണുകയും അതിലത്തെ വീഡിയോസ് കാണുകയും അങ്ങനെ ഞാൻ 1-2 ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നിയപ്പോൾ ഞാനത് ബാക്കി വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അങ്ങനെ ഞാൻ ആ ചാനലിൽ ഫോളോ ചെയ്ത് ആ ചാനലിലെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അബുറിഫാസ് പ്രഗ്നൻസി ചാനലാണ് കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ എനിക്ക് വേണ്ടുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് ഫോളോ ചെയ്ത് നോക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് അവർക്ക് വാട്സപ്പ് ചാനൽ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ടിപ്സുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് 1-2 ആഴ്ചയല്ല, 1-2 മാസമല്ല, 1.5-2 വർഷത്തോളമായിട്ട് ഞാൻ ആ ഒരു ചാനലിൽ പറയുന്ന ടിപ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ സക്സസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്കൊരു തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. പിന്നെ അത് ആ ചാനലിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ പ്രൊമോഷനായിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അബുറിഫാസ് പ്രഗ്നൻസി ചാനലിലൂടെ എനിക്ക് ഒരു നല്ലൊരു ഒരു ഹെൽത്തി റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതാണ് മെയിൻ. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു. അതും കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ലൈഫിൽ ഇതാവണമെന്ന് കേട്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. അത് എങ്ങനെയോ എന്നറിയില്ല, എൻ്റെ ലൈഫിൽ അത് കയറി വന്നു. പക്ഷേ കുറേ കാലമായിട്ട് ഒരേ ലൈഫ് തന്നെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരേ റൊട്ടീൻ കൊണ്ട് എങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കാം, എന്തോ എന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം കൂടെ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അത് പ്രഗ്നൻസി ഡിലേ ആയതുകൊണ്ട് വന്നതും അങ്ങനെയൊന്നല്ല കേട്ടോ. അല്ലാണ്ട് തന്നെ കുറേ ഹോർമോണൽ ചേഞ്ചസ് ആയിട്ടും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ടും തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ വൈറ്റമിൻ ഡി കുറവുണ്ടായിരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഒരു ഡിപ്രഷനും കൂടെ എനിക്ക് ഉണ്ടായി. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സ്വയം അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണം. ആവശ്യമെങ്കിൽ മെഡിസിൻ എടുക്കുകയും വേണം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമായിട്ട്. കാരണം എന്തായാലും ഡിപ്രഷൻ എല്ലാവരും നേരിടുന്നൊരു കാര്യം തന്നെയാണ്. അത് ചെറുതോ വലുതോ എങ്ങനെയുള്ളതോ ആയിക്കോട്ടെ, സ്വയം നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറെ സംസാരിച്ചിട്ട് ആവശ്യമെങ്കിൽ മെഡിസിൻ എടുക്കുക. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ, സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള നല്ല ഹാപ്പിയോട് കൂടിയുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. അപ്പം അതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യം തന്നെയാണെങ്കിലും അത് നിങ്ങൾ മാറ്റി നിർത്തുക. പിന്നെ എൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ വിശേഷങ്ങൾ അത് ഭയങ്കര രസമാണ് കേട്ടോ.
ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കറിയാം ഡോക്ടർക്ക് പോയിട്ട് വരുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു കാർഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാർഡ് ടെസ്റ്റ് ചെയ്യുന്നത് റിവീലിൻ്റെ സമയത്താണ്. അങ്ങനെ ഏകദേശം ഒരു സർപ്രൈസിംഗ് ഒന്നും ആർക്കും കൊടുക്കേണ്ട ആവശ്യം ഇതിനുണ്ടായിരുന്നില്ല, കാരണം ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പം അങ്ങനെയാണ് തുടക്കം, അങ്ങനെയായിരുന്നു. ആ ഒരു മന്തിൽ എന്ന് പറയുന്നത് എനിക്ക് എന്ത് ഫുഡ് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ആവുന്നുണ്ടോ. വീട്ടിലുണ്ടാക്കുന്ന ജങ്ക് ഫുഡല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഫുഡ്, ഇനി കൈപ്പങ്ങി വെച്ച് തരികയാണെങ്കിൽ കൂടെ എനിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു മന്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എരിവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എത്ര കൂട്ടിയാലും എരിവ് പോരാ, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. ഭയങ്കര എരിവിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫോണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് റെസിപ്പീസ് ആയിരിക്കും. ഏത് ഭാഗം നോക്കാം, യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ സെർച്ചും എന്തുമേ നോക്കുകയാണെങ്കിലൊക്കെ ഫുഡിൻ്റെ റെസിപ്പീസ് ആയിരിക്കും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടാകുക. അതങ്ങനെ വെറുതെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് വീട്ടിലുണ്ടാക്കുന്നത് ഓൾറെഡി ഇഷ്ടമായതുകൊണ്ട് പിന്നെ അതങ്ങനെ ആ സമയത്ത് ഞാൻ കുറേ ഷോർട്സ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ ഉച്ചയൂണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഷോർട്സ് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ എടുക്കുന്ന അളവ് കണ്ടാൽ തന്നെ അറിയാം എന്ത് കിട്ടിയാലും അന്ന് നന്നായിട്ട് കഴിക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഫുഡും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. എരിവ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഇന്നത് വേണം, അതായത് ഇപ്പോൾ മസാല ദോശ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. മധുരം വേണം, അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പുളിയോടും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളൊരു ക്രേവിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ എനിക്കുള്ള മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തെ ഓർമ്മകളും കുട്ടിക്കാലത്തെ, അതായത് പിന്നെ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വീടായിരിക്കും എൻ്റെ മനസ്സിൽ ഫുൾ ഉണ്ടാവുക. ഫുഡ് എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഫുഡുകൾ, അതായത് പഴയകാല ഫുഡുകളായിരിക്കും കൂടുതലും മനസ്സിലുണ്ടാവുക. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ കാലഘട്ടമല്ല, കുറച്ച് മുമ്പുള്ളൊരു കാലഘട്ടമായിരുന്നു എൻ്റെ മനസ്സിൽ ഫുൾ. ഇപ്പോൾ സ്വപ്നം കാണുകയാണെങ്കിൽ വീടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ പഴയകാല വീടായിരിക്കും എൻ്റെ ഓർമ്മയിലുണ്ടാവുക. പഴയകാല ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ആ ഒരു ഇതായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 6th വീക്കിലെ ചെക്കപ്പിനൊക്കെ പോയി പ്രൊജസ്ട്രോൺ ടാബ്ലറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്താ പറയുക, വായ കഴിക്കാൻ തുടങ്ങി. നമുക്ക് കൈപ്രസം വരുമല്ലോ, അങ്ങനെ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വോമിറ്റിങ് അങ്ങനെ അപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡേ ഫുള്ള് നന്നായിട്ട് വായ കഴിപ്പായിരുന്നു. അങ്ങനെ എനിക്ക് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. അതായത് പിന്നെ ടേസ്റ്റൊന്നും കിട്ടാണ്ടായി. അതുപോലെ ഭക്ഷണം കഴിക്കലൊക്കെ കുറഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത്. ആ സമയത്താണ് എൻ്റെ അടുത്ത് കുറേ പേര് എന്താ പറഞ്ഞാൽ പുളിരസം, അതായത് പുളിരസമാണെങ്കിൽ ഒന്നുകൂടി വായിക്കൊരു ടേസ്റ്റ് തോന്നിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ പുളിരസം കഴിക്കാൻ അങ്ങനെ ഉള്ളൊരു ആഗ്രഹം വന്നിട്ടുള്ളൂ. അല്ലാണ്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവർക്കും പച്ചമാങ്ങ അല്ലെങ്കിൽ പുളിയോടൊരു താല്പര്യം കൂടുതൽ അങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് ആകെ വന്നത് ഇങ്ങനെയാണ്. വായയുടെ കൈപ്രസം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പുളിയോട് ഇഷ്ടം കൂടി. അങ്ങനെയായിരുന്നു കേട്ടോ പുളിരസത്തോടുള്ളൊരു ഇത് വന്നത്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി. ഫുഡോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കാനും മടിയായിരുന്നു. ഭയങ്കര മടിയായിരുന്നു വെള്ളം കുടിക്കാനും. ഈ കൈപ്രസം കൊണ്ട് ആദ്യത്തെ മാസം പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ആ ഒരു 6 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ടാബ്ലറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും വായ കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും വെള്ളം കുടിക്കാനൊക്കെ മടിയായി. അപ്പോൾ പിന്നെ ഞാൻ ഇളനീര് അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെയൊക്കെ കുടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പിന്നെ ഉള്ളത്. പിന്നെ നമ്മൾ 3rd മന്ത് ചെക്കപ്പിനൊക്കെ പോയി 3rd മന്ത് തൊട്ടുള്ള നമുക്ക് കാൽഷ്യം അയണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് വോമിറ്റിങ് തുടങ്ങിയത്. പിന്നെ അയൺ ടാബ്ലറ്റ്സ് എനിക്ക് തീരെ പറ്റില്ലായിരുന്നു കഴിക്കാൻ. രാത്രിയായിരുന്നു അയൺ ടാബ്ലറ്റ്സ് കഴിക്കാനുണ്ടായിരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പോയി വോമിറ്റ് ചെയ്യും. അതാണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടായിരിക്കും വോമിറ്റ് ചെയ്യുക. ഒരു 11 മണി 12 മണി 1 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും രാത്രി വോമിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. പക്ഷെ അതുവരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കയ്പ്പായിരിക്കും. അറിയാലോ, പ്രഗ്നൻസ് ലേഡീസിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അയൺ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വോമിറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് അത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ അങ്ങനെ കുറേ കാലം പിന്നെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നിന്നത് ഏകദേശം 5th മന്ത് ലാസ്റ്റോട് കൂടിയിട്ടൊക്കെയാണ് ആ വോമിറ്റിംഗ് നിന്നെന്ന് പറയാൻ. അതുവരെ എനിക്ക് ഫുഡിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല കഴിക്കാൻ.
ഭയങ്കര മടിയായിരുന്നു കഴിക്കാൻ, ഒന്നും കഴിക്കാൻ തോന്നിയിരുന്നില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഇച്ചിങ് ഉണ്ടായിരുന്നു. ഇച്ചിങ് മാത്രമല്ല, നമ്മൾ ചെറിയ കറുത്ത് കുരുക്കൾ പൊന്തും, അത് അങ്ങനെ ചൊറിയും, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ ദേഹത്ത് കണ്ടാൽ മനസ്സിലാവും ഏകദേശം. ഇതുപോലെ വയറമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇച്ചിങ്ങും എനിക്ക് നല്ലപോലെ ഉണ്ടാകും സ്റ്റാർട്ടിങ് തൊട്ടേ. ഡോക്ടർക്ക് സംസാരിച്ചപ്പോൾ മറ്റ് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പ്രഗ്നൻസിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഹാപ്പിയായിട്ട് സ്വീകരിച്ചു. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ പല ദിവസങ്ങളായിട്ട് എടുത്തതാണ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.